നമ്മുടെ ഫസ്റ്റ് സയൻസ് ചാപ്റ്റർ ആണ് മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയും. സോ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ് നമുക്ക് വളരെയധികം നമ്മുടെ സ്ഥിര ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് നോക്കിയേ, ഈ പടങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് നോക്കിയിട്ട് ഒരാൾ വന്നിട്ട് ഒരു കുഴീൻ്റെ അളവെടുക്കുകയാണ്, എത്ര ആഴുണ്ട് കുഴിക്കെന്ന് നോക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ കടയിലൊക്കെ പോയി പച്ചക്കറി, ഇപ്പോൾ തക്കാളി, ഇവിടെ 3.5 കിലോ തക്കാളിയാണ് ആൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ യൂണിഫോം ഒക്കെ തയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ എന്താണ് ലെങ്ത് എടുക്കുന്നത്, അത് നമുക്കൊരു തയ്യക്കാരനെ കാണാം. പിന്നെ നമ്മുടെ സ്കൂൾ മേളയ്ക്ക് ഓടുകയാണ്, അപ്പം സമയം നോക്കുകയാണ്, എത്ര ചെറിയ സമയം കൊണ്ട് എത്തുന്നോ അത്രയും നല്ലതെന്നല്ലേ പറയാം. പിന്നെ ഒരാളുടെ പ്രഷർ നോക്കുന്നു, ആൾക്ക് വയ്യാന്ന് തോന്നുന്നു, പ്രഷർ നോക്കുകയാണ്. പിന്നെ ഒരാൾക്ക് പനിയാണെങ്കിൽ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ നോക്കാറുണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ നോക്കുന്നതാണ്. അപ്പം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരാളുടെ ഒരു കുഴിയുടെ ആഴം, അതുപോലെ ഭാരം, ഇവിടെയാണെങ്കിൽ നീളം, അല്ല ഇത് നീളമല്ലേ, നീളം അളക്കാന്നല്ലേ പറയാം, അപ്പൊ നീളമാണ്. അതേസമയം ഇത് സമയമാണ്, ഇത് പ്രഷറാണ്, ഇത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇതൊക്കെ അളന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന് പകരം പറയാണ്, എന്റെ വിഷമം അളക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്, എന്റെ സന്തോഷം അളക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. പറ്റുമോ? ഞാൻ ഭയങ്കര സാഡാണ്, എനിക്ക് ഭയങ്കര വിഷമമാണ്, അത് അളക്കാൻ പറ്റുമോ? എനിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ അത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ എത്ര ഹാപ്പിയാണ്? 5% ഹാപ്പി, 10% ഹാപ്പി, 100% ഹാപ്പി, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റാറില്ല. അപ്പൊ നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ നമുക്ക് അളക്കാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് നിങ്ങൾ ഈ കാണുന്ന ആഴം, ഡെപ്ത്, വെയിറ്റ്, മാസ്, ഭാരം, അതേപോലെ തന്നെ നീളം, ലെങ്ത്, അതേപോലെ ടൈം, സമയം, അതുപോലെ പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ മെഷർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വായിച്ചേ. പ്രോപ്പർട്ടീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ആ ഫിഗർ എടുത്ത് നോക്കിയാൽ, മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, ആഴം അളക്കുകയാണ്. ആഴം എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയല്ലേ, അതുകൊണ്ട് നമ്മൾ അവിടെ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ലെങ്ത് എന്നാണ് പറയുക. മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്, തൂക്കി വാങ്ങാം, നമ്മൾ കടയിൽ പോയിട്ട് 250 ഗ്രാം പച്ചമുളക് തരാൻ പറഞ്ഞാൽ അത് എന്താണ് ശരിക്കും? ഭാരമാണ്, മാസാണ്. അപ്പൊ എനിക്ക് മാസ് എന്ന് പറയാം, ശരിയല്ലേ? അതെ. ഇനി ടേക്കിംഗ് മെഷർമെന്റ്സ് ബൈ എ ടൈലർ, അതും എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, ടൈമാണ് നമ്മൾ നോക്കുന്നത് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച്. അപ്പൊ എനിക്ക് ടൈം എന്ന് എഴുതാം. മെഷറിംഗ് ബ്ലഡ് പ്രഷർ, നമ്മൾ എങ്ങനെ നോക്കുക? ഇത്ര പ്രഷർ ആണ് എന്നാണ് ഡോക്ടർ പറയാ അല്ലെ. അപ്പൊ നമ്മൾ പ്രഷർ ആണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയാം. മെഷറിംഗ് ബോഡി ഹീറ്റ്, ഇത്ര ചൂടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയും അത് ടെമ്പറേച്ചർ ആണ് എന്ന് പറയും. എന്ത് പറയും? ടെമ്പറേച്ചർ ആണ് എന്ന് പറയും. അപ്പം മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്.